ഈ ലാൻഡ് നിൽക്കുന്നത് നമ്മളെ പടിഞ്ഞാറത്തറ പുതുശ്ശേരിക്കടവിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറിയിട്ട് മുണ്ടക്കുറ്റി ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതിൻ്റെ സൈഡ് കൂടെ പോകുന്ന വഴിക്ക് ഒരു 1.5 കിലോമീറ്റർ പോകണം. അവിടെയാണ് ലാൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സെൻറ്റ് ചോദിക്കുന്ന വില 70,000 രൂപയാണ് കേട്ടോ. സെൻറ്റ് വില 70,000 രൂപ. അപ്പം ലാൻഡ് ഫുള്ളായിട്ട് കാണാം. നല്ല ഭംഗിയുള്ള ലാൻഡാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ സൂപ്പറാണ്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം. താല്പര്യമുള്ള ആൾക്കാർ നമ്പർ കൊടുക്കേണ്ടത് വിളിക്കുക. ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ലൈക്ക് ചെയ്യുക. നമ്മൾ രാവിലെ തന്നെ ഒരു ലാൻഡ് കാണാൻ പോവാം കേട്ടോ. നിങ്ങൾ ഈ കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്തറയ്ക്ക് പോകുന്ന ആൾക്കാർ എപ്പോഴും സെലക്ട് ചെയ്യേണ്ട ഒരു റൂട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് കൽപ്പറ്റയിൽ നിന്ന് കോട്ടത്തറ വഴി വെണ്ണിയോട് വഴി പടിഞ്ഞാറത്തറയ്ക്ക് നല്ല റോഡാട്ടോ. ഫ്രണ്ട് കാണുന്ന റോഡ് കണ്ടില്ലേ? ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് വയലേരിയാണ്. ഭയങ്കര ഭംഗിയുള്ള ഏരിയകളാണ്. നിങ്ങൾ സൈഡൊക്കെ കാണുന്നുണ്ടാവും. ഭയങ്കര രസമുള്ള ഏരിയയാണ്. ഒരുപാട് ഏരിയ വയലാണ്. നമ്മൾ ഈ വയനാടിൻ്റെ ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, വയനാടിൻ്റെ തനത് ഏരിയകളാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഇത് നേരെ പടിഞ്ഞാറത്തറ കുപ്പാടിത്തറ ആ ഒരു ഭാഗമാണ്. ഒരുപാട് വയലുകളും പുഴകളും ഒക്കെ ഉള്ളൊരു ഭാഗമാണിത്. ഫുള്ള് നെൽകൃഷി ഉണ്ട്. ഇപ്പോൾ കുറേ വാഴക്കൃഷി ആയിട്ടുണ്ട്. എന്നാലും നെൽകൃഷിയൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ സജീവമായിട്ട് കൊണ്ടുപോകുന്ന ഏരിയകളാണ് ഇതൊക്കെ. അപ്പോൾ എപ്പോഴും വരുമ്പം നിങ്ങൾ ഈ ഒരു റൂട്ടും കൂടെ ഒന്ന് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൽപ്പറ്റയിൽ നിന്ന് കോട്ടത്തറ വെണ്ണിയോട് വഴി നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ഭംഗിയാണ്. നമുക്ക് ഇന്ന് ഇതേമാതിരി വയലിൻ്റെ വ്യൂ ഉള്ള ഇതേമാതിരി റോഡ് സൈഡ് ഉള്ള ഒരു ലാൻഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 2.5 ഏക്കർ ഭയങ്കര ഭംഗിയുള്ള ഒരു ലാൻഡാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. കുപ്പാടിത്തറയാണ് ഈ ലാൻഡ് ഉള്ളത് കേട്ടോ. കുപ്പാടിത്തറയിൽ നിന്ന് പടിഞ്ഞാറത്തറയ്ക്ക് ഒരു 3-4 കിലോമീറ്റർ. പടിഞ്ഞാറത്തറ അടുത്ത ഒരു ചെറിയ ടൗണാണ് കുപ്പാടിത്തറ. അപ്പോൾ ഈ ഒരു ഭംഗിയാണ്, ഈ ഒരു ഫീലാണ്. വയനാടിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. എല്ലാ ടൈപ്പ് ടെറൈനും ഉള്ളൊരു ഏരിയയാണ് വയനാട്. നമ്മൾ മേപ്പാടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ തേയിലത്തോട്ടങ്ങളും മലയും അങ്ങനത്തെ വ്യൂ ആണ്. അല്ലാത്ത സ്ഥലത്ത് ഫുള്ള് കോഫി പ്ലാന്റേഷൻ. പിന്നെ നമ്മൾ മുത്തങ്ങയ്ക്ക് പോയാൽ ഫുള്ള് ഫോറസ്റ്റ്. മുത്തങ്ങ ഇതേപോലെ വയലിൻ്റെ വ്യൂ ഉള്ള ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഫോറസ്റ്റിനോട് ചേർന്ന് വയൽ അങ്ങനെ കിടക്കുന്ന ഒരുപാട് ഏരിയ മുത്തങ്ങയുണ്ട്. അതേപോലെ നമ്മൾ പടിഞ്ഞാറത്തറയ്ക്ക് പോയാൽ ഡാമിൻ്റെ ഒരു ഭംഗി. പടിഞ്ഞാറത്തറ ഇപ്പം നമ്മൾ സഞ്ചരിക്കുന്ന പടിഞ്ഞാറത്തറേൻ്റെ കുറച്ച് ഉൾഗ്രാമങ്ങളാണ്. ഇവിടെയുള്ള ഒരു ഭംഗി ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടെറൈനും, ഇപ്പോൾ വൈത്തിരിക്ക് പോയാൽ വേറൊരു സെറ്റപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടെറൈനും കിട്ടുന്ന ഒരു ഏരിയയാണ് വയനാട്. ഇവിടെ നിന്നുള്ള ലോങ് വ്യൂ ഒക്കെ ഭയങ്കര രസമാട്ടോ. ഞാനിത് നിങ്ങളെ രാവിലെ തന്നെ ഒന്ന് കാണിക്കുക ചോദിച്ചു. ഇപ്പോൾ ഏതാണ്ട് ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടാകും സമയം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു വഴിയാണ്. നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ ഒരു ബസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇങ്ങോട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വയലിൻ്റെ ഒരു വ്യൂ വെച്ചിട്ടുള്ള റിസോർട്ടിന് ഭയങ്കര എന്താ പറയുക, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു സീന് കണ്ടിട്ട് നമ്മൾ വീഡിയോയിലോട്ട് കയറുമ്പം നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊന്ന് കാണിച്ചാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യരുത് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം, പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പം, വയലൊക്കെ ഇപ്പോൾ നാട്ടിൽ കുറവാണ്. അപ്പോൾ പിള്ളേർക്ക് അതിൻ്റെ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ഞാൻ ലാൻഡിലെത്തിയിട്ട് വീഡിയോ എടുക്കാം. നമ്മൾ വന്ന റോഡാട്ടോ ഇത്. ഇവിടെ മുതൽ സ്ഥലം തുടങ്ങുകയാണേ. നിങ്ങൾ റൗണ്ട്, ഈ റോഡ് റൗണ്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത്. ഇതിലൊരു കിണറുണ്ട് കേട്ടോ. ഇത് കിണറാണേ. ഇവിടെ മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ലാൻഡാണ്. ഈ റോഡ് ഇങ്ങനെ കറങ്ങി പോവാം കേട്ടോ. അത്രയും ഫ്രണ്ടേജ് വരുന്നുണ്ട് ലാൻഡിന്. റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് ഈ കിടക്കുന്നതാണ് സ്ഥലം. ഈ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പുറത്ത് ആ വീട് വേറെ കേട്ടോ, പുറത്താണ്. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറാം. ഇപ്പോൾ കിണർ നിങ്ങളൊന്നുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. വെള്ളമൊക്കെ ഉള്ള കിണറാണ്. പിന്നെ വയലാണ് ഫ്രണ്ടിൽ.
അതുകൊണ്ട് അതിൻ്റെ കൺഫ്യൂഷനില്ല. ഇതിങ്ങനെ പോയിട്ട് ഈ കറക്റ്റ് കാട് വെട്ടി കിടക്കുന്നില്ലേ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ റോഡ് പോലെ മേലോട്ട് പോകുന്നില്ല. ഇത് മേലോട്ട് കയറി ഒരു 50 സെൻറ്റ് വേറെ ഉണ്ട് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് 2 ഏക്കർ ലാൻഡ് കിടക്കുന്നുണ്ട് കേട്ടോ. ചുറ്റും റോഡാണ്. ഫ്രണ്ടത്തെ ഭംഗി പിന്നെ പറയണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതേ നേരത്തെ നമ്മൾ വന്ന വഴിയിൽ അതേ കാഴ്ച. ഭയങ്കര വ്യൂ ആണ്. നമ്മൾ ഇഷ്ടിയാക്കളാട്ടോ. ഇഷ്ടിയാക്കളൊക്കെ ഇപ്പം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡിൻ്റെ ഉള്ളിലാട്ടുള്ളത്. ആ ഷെഡൊക്കെ കാണുന്ന പുറത്താണ്. ഈ ഒരു വീതിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ഒരു വീതി നല്ല വീതി ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല വീതി ഉണ്ട്. ഈ ഒരു സാധനം റോഡ് പോലെയാണ്, എന്നാലും അതിനൊരു 16-17 മീറ്റർ വീതി ഉണ്ട് കേട്ടോ. നല്ല വീതി ഉണ്ട്. നമുക്ക് ആ ഭാഗത്തുനിന്ന് പോവാം. അപ്പോൾ ഈ നിൽക്കുന്നൊരു 2 ഏക്കറോളം വരും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ. ഭയങ്കര എന്താ പറയുക, പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മളെ ലാൻഡ് വെള്ളത്തിൻ്റെ വിഷയമൊന്നുമില്ല കേട്ടോ. വെള്ളം കയറുന്ന ഇഷ്യൂസൊന്നുമില്ല. മഴക്കാലത്ത് ഈ ഒരു ഭാഗത്തൊക്കെ കയറുന്നതാണ് പറയുന്നത് കേട്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. നമ്മൾ റോഡിൻ്റെ മേലെയാണുള്ളത്. നമ്മൾ ഈ ഒരു പോർഷനിലെത്തി. ആ ഒരു ഭാഗം നല്ല വീതി ഉണ്ട് കേട്ടോ. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് റോഡ് പോലെ ഫീൽ ചെയ്യാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കൂടെ കാണിച്ചു തരാം. ആകെ ഒരു 3-4 തെങ്ങ് നിൽക്കുന്നുണ്ട്. 4 അല്ല കേട്ടോ, 8-10 തെങ്ങ് നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് അവിടം വരെ പോയി നോക്കാം. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ലാൻഡ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പ് ലെവലിലെത്തി കേട്ടോ. ഇതാണ് ഞാനീ പറഞ്ഞ 50 സെൻറ്റ് കേട്ടോ. നല്ല ലെവലാട്ടോ ഇവിടെ. നല്ല ഗ്രൗണ്ട് ലെവലാണ്. റിബൺ കെട്ടിയാണ് അതിൻ്റെ ആ ഒരു സൈഡിലുള്ള അതിൽ കേട്ടോ. ഇത് ഏതാണ്ട് 50 സെൻറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല വീതി ഉണ്ട് കേട്ടോ. താഴെ നോക്കുമ്പോൾ റോഡ് പോലെ ഫീൽ ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ അതതിൻ്റെ പകുതി വെച്ചിട്ട് ഒന്നുകൂടെ എടുത്ത്. അപ്പോൾ ഇതിങ്ങനെ 2.5 ഏക്കർ ലാൻഡ് കേട്ടോ. ഇത് നമ്മളെ കുപ്പാട് ഇത്രയാണ്, പടിഞ്ഞാറത്തറയാണ്.